ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മാംഗോ മെഡോസിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം കുറേ ആൾക്കാരൊക്കെ കണ്ടു, നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് അതിന്റെ ബാക്കി കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം മാംഗോ മെഡോസിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഏകദേശം 10-35 ഏക്കർ സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാർട്ട് 2 ആയിട്ട് ഇന്ന് മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും ആ വളരെ മനോഹരമായ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണുക, അഭിപ്രായം പറയുക. അപ്പം നമുക്ക് അധികം താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കണ്ട മറ്റ് മനോഹരമായ വ്യത്യസ്തമായ വേറൊരു കാഴ്ചയാണ് കേട്ടോ, നമ്മൾ കയറുണ്ടാക്കുന്ന ഒരു കാഴ്ച. അതായത് ഇവിടെ നമ്മൾ ഒരു ചേച്ചി ഇവിടെ നിന്ന് കയർ നെയ്യുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ പിരിച്ച് കയറുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിതുവരെ കണ്ടിട്ടില്ല നിലവിൽ. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇത് ഈ കാണുന്ന ഒരു സംഭവം എഴയെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇത് ആദ്യം ഒന്ന് ഈ മെഷീനിലോട്ട് ഘടിപ്പിച്ച് വെക്കും. അതിനുശേഷം ഒരു ചെറിയ മോട്ടറിന് സഹായമാണ്. അതിനുശേഷം ഈ സംഭവം തന്നെ ഇങ്ങനെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു കൂട്ടമാണ് ചേച്ചിയുടെ മടിയിൽ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അന്നിങ്ങനെ ആ ഓരോ ഇഴ ഇങ്ങനെ പിരിഞ്ഞ് കയർ പോലെ ചെറിയ കയറായിട്ട് കയറും. അതിനുശേഷം വലിയ കയറാക്കുന്ന പറഞ്ഞാൽ ഈ ഇഴയെല്ലാം കൂടെ കൂട്ടി പിന്നെ പിരിക്കുകയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. എന്നാലും ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ് കയറ് നിർമ്മാണം. സംഭവം കൊള്ളാം. കണ്ടോ, നമ്മുടെ ആ മെഷീൻ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് തന്നെ ആ സാധനം മടി കിടക്കുന്ന ചകിരി ഇങ്ങനെ ഇഴയായിട്ട് പിരിഞ്ഞ് തന്നെ കയറുന്ന ഒരു കാഴ്ചയാണ് കേട്ടത്. അത്രല്ലേ ഇഴയും കൂടെ ഒന്നിച്ച് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കും കേട്ടോ. എന്നിട്ട് ഒന്നിച്ച് ഇങ്ങനെ പിടിച്ച് പോരുമ്പോഴത്തേക്കും ഇത് രണ്ടും കൂടെ ഒറ്റ ഇഴയായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കയർ നിർമ്മാണം. ഇതിന് പറയുന്നത് പിണിക്കയർ എന്നല്ലേ ഇതിന് പറയുന്നത്? ഓക്കെ. ആ ശരി, ഇത്ര മണ്ണ വരത്തുള്ളൂ അല്ലേ? ഇത്ര മണ്ണ വരത്തുള്ളൂ. ഓക്കെ. അത് ശരി. എടുക്കുന്നോ ഇങ്ങനെ തിരിക്കല്ലേ, അത് എന്തോരം എടുക്കുന്നോ അതനുസരിച്ച് ഇവിടെ വണ്ണം വലിപ്പം ഒത്തിരി വലിപ്പം കൂട്ടാൻ പറ്റിയല്ല. ഇത്രയല്ലേ ഇതിന് ഇതുള്ളൂ. ഈ വലിപ്പത്തിലുള്ള നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ? ഈ കാണുന്ന ഒരു ആത്മാവുതറയാണ് കേട്ടോ. അതായത് നമ്മൾ പറയുന്നിട്ട് പേടിക്കൊന്നും വേണ്ട. അതായത് ഒരു ആലും ഒരു തറയും നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് ആത്മാവുതറ എന്നറിയപ്പെടുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു കരിക്കിന്റെ ഒരു ഷോപ്പും ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെയുള്ള കരിക്ക് വെട്ടി വിൽക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് പ്യൂർ ഓർഗാനിക് ആയിട്ടുള്ള സാധനം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. കരിക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോകാനുള്ള സെറ്റപ്പും സംഭവമൊക്കെ ഇവിടെ ഉണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. എല്ലാം കൊണ്ടും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. നമ്മുടെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഉന്മേഷവും കുളിർമയും തരുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ മാംഗോ മെഡോസ്. അപ്പൊ നമ്മൾ മാംഗോ മെഡോസ് കണ്ടപ്പോൾ മറ്റൊരു മനോഹരമായ വ്യത്യസ്തമായ കാഴ്ചയാണ്. ഒരു ചെറിയ നമ്മുടെ കളിമണ്ണോടുള്ള കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളോട് ധനേശേട്ടനാണോ ഉള്ളത്? അപ്പൊ ധനേശേട്ടാ, ഇത് എന്ത് സാധനം ഉണ്ടാക്കുന്നത് ഇപ്പൊ നിലവില്? ഞാൻ എല്ലാ ഷേപ്പും കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ടോ? ലൈവായിട്ട് ആദ്യമായിട്ട് കാണുന്ന സംഭവം എന്റെ ജീവിതത്തിൽ. ഓക്കെ. പാടങ്ങൾ ചൈത്രോപവാസയജ്ഞം കഴിഞ്ഞു പാടം ഒരു പ്ലേറ്റ് അല്ലേ? പ്ലേറ്റ് മോഡൽ. ഓ ശരി ശരി ശരി. ഈ പ്ലേറ്റ് മാറിയിട്ട് അടുത്ത ബൗൾ ആവണം. ബൗൾ അല്ലെങ്കിൽ കോപ്പയുടെ രൂപ. കോപ്പ പോലെ ആയിട്ടുണ്ട്. ഈ കോപ്പ മാറിയിട്ട് അടുത്തൊരു പറയാവോ, നമ്മളെ നെല്ല കളക്കണ പറ. ഒരു പറ മോഡലായി. കൊള്ളാം, സൂപ്പർ. ഈ പറ മാറിയിട്ട് അടുത്ത ഗ്ലാസ് ആവും, നമ്മളെ വെള്ളം കുടിക്കാൻ ഗ്ലാസ്. കൊള്ളാം. ഇതൊരു ഗ്ലാസ് ഉണ്ടായി വരുന്നുണ്ടോ കേട്ടോ. അപ്പോൾ ഗ്ലാസ് ആയി ഒരു ഗ്ലാസ് ആയിട്ടുണ്ട്.
മിന്നുമിളം ഗ്ലാസ് മാറിയിട്ട് ചെടിച്ചട്ടിയാവണം. നമ്മൾ ചെടിയൊക്കെ വേണം ചെടിച്ചട്ടി. ഏതോ കരങ്ങളിടയ്ക്കിടെ സ്പർശിച്ചു ചെടിച്ചട്ടി ആയിട്ടുണ്ട്. ഓക്കെ, ഈ ചെടിച്ചട്ടി മാറിയിട്ട് ആ ചെടിച്ചട്ടി തന്നെ വേറൊരു മോഡലാണ്. വേറൊരു മോഡലാണ്. അതെ അതെ അതെ, ഉരുണ്ട മോഡല് ചൂട്. ആദ്യമത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഇത് മനസ്സിലായി മനസ്സിലായി. കൊള്ളാം. ഇത് മാറിയിട്ട് ഒരു കലാവുക. നമ്മള് കഞ്ഞിയൊക്കെ കലം മോഡൽ. ഇത്തിരി ദൂരത്തൊടുത്തു ഒരു കലം മോഡൽ കലമായിട്ടുണ്ട്. അതെ, കൊള്ളാം. ഈ കലം മാറിയിട്ട് അടുത്ത് കറിച്ചട്ടി ആവുകയാണ്. നമ്മള് മീൻ കറി വേണം കറിച്ചട്ടി. ഒരു കറിച്ചട്ടി മോഡലായി. കുഴി കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ, കറിച്ചട്ടി മോഡലായിട്ടുണ്ട്. പരിപ്പുള്ള ചട്ടിയാന്നുള്ളൂ അല്ലേ? കുഴിവുള്ള ചട്ടി. ഇച്ചിരി കുഴിവുള്ളതാണ്. കുഴപ്പമില്ല, സാധാരണ അത്ര അകത്ത് കിടന്നോളൂല്ലോ. കുഴപ്പമില്ല. ഈ കറിച്ചട്ടി മാറിയിട്ട് അടുത്തത് അടുത്തൊരു നമ്മുടെ ഓണത്തിനൊക്കെ ഉള്ള മാവേലിയാണ്. ഓണത്തമ്മനായി. ഓണത്തമ്മൻ. എത്ര വേഗം വീണ്ടുമോ മനെ നിന്നിലെ കൊച്ചു കുസൃതിക്കുളമയായി. നൂലുപോൽ ദൂരത്തു നേർത്തു കാണും റയിൽ പാളത്തിലൂടൊരു വണ്ടി തികച്ചുപോയി. തത്തക്കിളിപ്പട്ടു തൂവലിൻ തൂമയിൽ തത്തിക്കളിച്ചു കൈത്തെന്നലിൽ ഞാറുകൾ. നൂലുപോൽ ദൂരത്തു ഒരു ചെറിയൊരു ഓണത്തപ്പം മോഡലായി. ഒരു വണ്ടി തികച്ചുപോയി. പക്ഷെ നമ്മുടെ കോട്ടയംകാരുടെ ഒക്കെ ഓണത്തപ്പൻ ഇതാണ്. പക്ഷെ തൃക്കാക്കര അങ്ങനെയുള്ള സ്ഥലത്ത് ചതുരത്തിലുള്ള ഓണത്തപ്പനാണ്. ഒരു ഓണത്തപ്പം രൂപത്തെയായി കേട്ടോ. അതെ അതെ, ഓക്കെ. ഇത് മാറിയിട്ട് അടുത്ത കുടുക്കയാവും. കൊടുക്ക. ചെറുമനും വെള്ളിച്ചിലമ്പിന്റെ താളത്തിനൊത്തെഴുന്നള്ളിയ പട്ടിൽ പൊതിഞ്ഞൊരു ബീവിയും നമ്മെ കടന്നുപോയി. നാട്ടിൻ പുറത്തിന്റെ നന്മകളാം ചില കർഷകരും നമ്മളെ നോക്കിയ മൈനഘട്ടങ്ങളിൽ നർമ്മ മധുരമായെന്തോ കുടുക്കായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ. നമ്മളെ നോക്കിയ മൈനകൾ കണ്ണുകളിൽ നർമ്മ മധുരമായെന്തോ എന്നാൽ പരസ്പരം ദിവ്യഗന്ധങ്ങൾ അന്തരാത്മാവായി. ഓമൽ കളിത്തോഴരൊത്തു നീ വഴി ഓടിക്കളിച്ചതാം എത്രയോ വത്സരം. ഒരു കുടുക്കയായി. കുടുക്ക ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തല്ലേ? ഓക്കെ. ഇതിന്റെ അകത്ത് ഗ്യാസ് ആണ്. ആ ഗ്യാസ് നമ്മൾ പൊട്ടിച്ചു. ഒരു കുടുക്കയുടെ രൂപതയും. അല്ലേ? സൂപ്പർ കേട്ടോ, അടിപൊളി. നമ്മുടെ ധനേഷയുടെ നല്ല അടിപൊളിയായിട്ട് സംഭവം നമ്മളെ ഒരു പ്ലേറ്റിൽ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ. സംഭവം കൊള്ളാം, അടിപൊളി കാഴ്ച കേട്ടോ, നല്ലൊരു കാഴ്ചയായിരുന്നു. കൊള്ളാം, ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ ഈ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇപ്പം വന്നിരിക്കുന്നത് നമ്മുടെ വെറ്റിനറി ഫാം എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് കാണാം. ചേച്ചി തന്നെ നമുക്ക് വിശദീകരിച്ചത്. ഇതിൽ ലവ് ബേഴ്സ് അല്ലേ? ലവ് ബേഴ്സ് വലിയ കൂട്ടിനകത്ത് കുറേ ലവ് ബേഴ്സ് സംഭവം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് കൊള്ളാം. ഇത് ഇവിടെ ഒരു വാഹനമായി രണ്ടുപേര് ഇതിലെ പോകുന്ന മനോഹരമായ കാഴ്ച നമുക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വന്നാലും ഇതുപോലെ നമുക്ക് ചെറിയ റൈഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കാറും ചെറിയ സംഭവങ്ങളും അല്ലേ, എല്ലാം ഇവിടെ ഇതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ? ഇത് ടിക്കറ്റ് ഇൻക്ലൂഡാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പോണ സംഭവം, അതായത് ഈ ഡ്രൈവിംഗ്, അതായത് ഈ വണ്ടി ഉണ്ടല്ലോ, അത് നമ്മുടെ 350 ടിക്കറ്റിന്റെ അത് ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറഞ്ഞത്. അതെ. ഓക്കെ ഓക്കെ.
അതെ അതെ, ആദ്യം ഒരു 100 രൂപ നമ്മൾ പേയ്മെന്റ് അവിടെ ചെയ്യണം. എന്നിട്ട് അതായത് 100 രൂപ പേയ്മെന്റ് തന്നിട്ട് ഈ വണ്ടി കൊണ്ട് പോരാം. തിരിച്ച് വണ്ടി കൊണ്ട് കൊടുക്കുവാണെങ്കിൽ 100 രൂപ കിട്ടുന്നതായിരിക്കും അല്ലേ, തിരിച്ച് കിട്ടും. അത്രേ ഉള്ളൂ, ചെറിയൊരു സെക്യൂരിറ്റി പേയ്മെന്റ് മാത്രം. അത് പേസ് സാധനം എടുക്കാൻ സെക്യൂരിറ്റി കൊടുക്കണം അല്ലേ. ഓക്കെ, അപ്പൊ ഇത് കരിങ്കോഴി. ഓക്കെ, ഇതെന്നെ സംഭവം ആ കാണുന്നതിനാ വിത്ത് മുളപ്പിക്കുന്നതാണോ? ഓക്കെ 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 ഓക്കെ. ഇത് കരിങ്കോഴി കേട്ടോ. കരിങ്കോഴി, പൂവൻകോഴി ഉണ്ട്, പടക്കോഴി. അപ്പൊ തന്നെ കിനിക്കോഴി അല്ലേ ഇത്? കിനി. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കരിങ്കോഴി. കോഴിയും കറുത്തിരിക്കും. അതെ, കോഴിയുടെ നിറം കറുപ്പാണെന്ന് വിചാരിച്ചോണ്ട് അതിരുന്ന് മുട്ടയുടെ നിറം അല്ലടാ കറുപ്പാണെന്ന് ഓർക്കരുത്. ഡയലോഗ് കേട്ടിട്ടില്ലേ? ഓക്കെ, പിന്നെ ഇതൊക്കെ നമ്മുടെ സാധാ കോഴിയല്ലേ? സാധാ കോഴിയോ സംഭവങ്ങളോ കാര്യങ്ങളൊക്കെ. നാടൻ കോഴിയും ഇതെന്നാ സംഭവം? ഇതിലേക്കാണോ? ഇത് കരിങ്കോഴിയാണ്. അതിന്റെ അപ്പുറത്തോ? ബ്രോയിലർ. ഓക്കെ 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 ഓക്കെ. ടർക്കി കോഴി അല്ലേ? ടർക്കി കോഴിയാണ് കേട്ടോ ഇതിനെ. ഈ ഒരു സെക്ഷൻ ടർക്കി കോഴിയുടെ സെക്ഷനാണ് കേട്ടോ. ഓക്കെ, ഇത് ടർക്കി കോഴിയുടെ ഒരു സെക്ഷനാണ് ഈ സംഭവം. മറ്റേ പുള്ളി കിടന്ന് ഉറക്കം തോന്നുന്നല്ലോ. അതിനെ കോഴിയിലടാ കിടക്കുന്നത്. ഈ മണ്ട പാത്ത എല്ലാം കൂടെ ഒരു കൂട്ടില് അവര് ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ ചെറിയൊരു പേടിച്ച് ഇങ്ങ പോരെ. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാണുന്നത് നമ്മുടെ പട്ടികളുടെ കുറേ വേറെ ഐറ്റംസ് ആണ് കേട്ടോ. പട്ടികളെ പട്ടിന്ന് വിളിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ചിലയിടത്തൊക്കെ പട്ടിന്ന് വിളിച്ച പ്രശ്നമാണ്. പക്ഷെ എന്തായാലും ഞാൻ കുറേ ഐറ്റംസ് എടുക്കാൻ പറ്റും. ഇത് ഷൗരി പിടിച്ചാണ് എന്താടാ ഇത് അടുത്ത സാധനമാണ് കേട്ടോ. ഇത് ഇവനൊക്കെ ശാന്തന, ഒരുത്തം മാത്രമേ വയലന്റ് ഉള്ളൂ. അപ്പം ഈ കാണുന്ന യമോ എന്ന് പറഞ്ഞൊരു പക്ഷിയാണ് കേട്ടോ. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളർ മുട്ടയായിരിക്കും എന്നാണ് ചേച്ചി പറഞ്ഞത് അല്ലേ? ഗ്രീൻ കളർ മുട്ടയായിരിക്കും. ചേച്ചി തന്ന ഇൻഫർമേഷൻ ആട്ടോ ഇതെല്ലാം. ഞാൻ ഈ സാധനം കണ്ടിട്ട് പോലുമില്ല, ഒരു ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അപ്പം ഗ്രീൻ കളർ മുട്ടയായിരിക്കും. അതുപോലെ തന്നെ പെൺപക്ഷി മുട്ടയിട്ടിട്ട് ആൺപക്ഷി ആയിരിക്കും അടയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അതിൽ പുതിയ പുതിയ അറിവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. നിങ്ങളിവിടെ കൊത്തുമായിരിക്കുമോ? ഇല്ല, കുഴപ്പമില്ല, ആക്രമണകാരിയല്ല അല്ലേ? കുഴപ്പമില്ല. അപ്പം എന്തായാലും ഇതും ഒരു ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ. ഇത് വളരെ മനോഹരമായ മറ്റൊരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഒരു കർഷകൻ നമ്മുടെ പശുവിനെ കറക്കുന്ന ഒരു വളരെ മനോഹരമായ കാഴ്ച. ഏകദേശം ഒരു 15 വർഷം മുമ്പ് ഈ സംഭവം ഉണ്ടാക്കി വെച്ചത്. പുള്ളി വരെ പാല് കറന്ന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മൾ ചേച്ചി പറഞ്ഞത്. എന്നാലും സംഭവം കൊള്ളാം, അടിപൊളി സ്റ്റാച്ചു. നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല അടിപൊളി സ്റ്റാച്ചു ആണ് കേട്ടോ. കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. ഇത് വളരെ വ്യത്യസ്തമായ വേറെ സംഭവം, കൊള്ളാം, അടിപൊളി. ഇത് വെച്ചൂർ പശുവാണ്. പിന്നെ കാസർഗോഡ് കൊള്ളൻ വെച്ചൂർ പശു ഇത്ര വളരുള്ളൂ. ഇത്രയും വളരത്തുള്ളൂ. പൊക്കം 1 ലിറ്റർ പാലല്ലേ? ഔഷധ ഗുണമുള്ള പാലൊക്കെ വെച്ചൂർ പശു അല്ലേ? ഓക്കെ. ഇവിടുത്തെ പശുവിന്റെ പാലാണ് നമുക്ക് ഇവിടെ ഒരു നാടൻ ചായക്കടയുണ്ട് അങ്ങോട്ടേക്ക്. അത് ശരി, ഇവിടുത്തെ പശുവിന്റെ തന്നെയാണല്ലേ? ഇവിടുത്തെ എല്ലാ സാധനം ഇവിടെ തന്നെ ഉപയോഗിക്കും. മീനാണല്ലോ ഇവിടുത്തെ മീൻ തന്നെ അല്ലെ? വെജിറ്റബിൾസ് ഇവിടുത്തെ തന്നെ. ഇതൊരു പശുവിന്റെ കുറെ സെക്ഷൻ ആണെന്ന് തോന്നുന്നു അല്ലെ? ഈ ഒരു ഏരിയ മൊത്തം അല്ലെ? അപ്പം ഇവിടെ കുറേ സൈക്കിളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈക്കിളും ഉണ്ട്, അവിടെ ഗോകാട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം അതായത് 100 രൂപ സെക്യൂരിറ്റി പേയ്മെന്റ് അടച്ചതിന് ശേഷം നമുക്ക് ഏകദേശം അരമണിക്കൂറോളം നമുക്ക് ഇവിടെ സൈക്കിൾ റൈഡിങ് നടത്താൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന മനോഹരമായ സ്ഥലത്തൂടെ നമുക്ക് ഓടിച്ചടക്കാൻ പറ്റും. അവിടെ ഗോകാട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ട് കേട്ടോ. അതും 2 പേർക്ക് ചേർന്ന്, 2 2 ഏകദേശം 4 പേർക്ക് ഒരു ഗോകാട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ. ഇതാണ് ഗോകാട്ട് എന്ന സംഭവം. അപ്പം ഇത് സൈക്കിളാണെങ്കിലും 2 പേർക്ക് ചേർന്ന് ചവിട്ടാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെയുണ്ട്. കുട്ടികൾക്കുള്ള സൈക്കിളുകളുണ്ട്. കുറേ സൈക്കിളും കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നാലും വിസിറ്റേഴ്സ് വന്നാലും ഇവർക്ക് അതെല്ലാം ഒന്നിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ഇന്ന് ഒരുപാട് സൈക്കിളും കാര്യങ്ങളെല്ലാം കുട്ടികളും അതുപോലെ ഫാമിലീസൊക്കെ എടുത്തതിൽ ഓടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം നിലവിലത്തെ കാഴ്ചകളെല്ലാം കണ്ടച്ച് അവസാനം നമ്മൾ ഈ സൈക്കിളും ഈ സംഭവമൊക്കെ എടുത്തൊന്ന് ഓടിക്കാൻ അങ്ങ് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. അതിൻ്റെ കാഴ്ചകൾ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നടന്ന് ഇങ്ങനെ വന്നപ്പം അതുപോലെ തന്നെ വ്യത്യസ്തമായ വേറൊരു കാഴ്ച കണ്ടു കേട്ടോ. ഇത് വലിയൊരു കാഴ്ച ചെയ്യുന്ന സംഭവം. ഇത് ഒന്ന് പറഞ്ഞുതരാം സംഭവം. ഇതാണ് തിരുവട്ടക്ക എന്ന് പറയും. തിരുവട്ടക്ക അല്ലെങ്കിൽ കലാഭാഷ്ട്രി എന്ന് പറയും. അതായത് ശ്രീബുദ്ധനൊക്കെ ഭക്ഷണം കഴിക്കാനും ഭിക്ഷയാചിക്കാനും വെള്ളം ശേഖരിക്കാനായിട്ടൊക്കെ അവര്
പാത്രമായിട്ട് ഉപയോഗിച്ചത്. ഉപയോഗിച്ചിട്ടുണ്ട് നല്ല ഇത് സാധനം. റൗണ്ട് രൂപത്തിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പാത്രമായിട്ട് കിട്ടും. ആ സെന്ററിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ അല്ലേ? ഓക്കെ. ഇതുകൊണ്ട് ഇത്ര വലിപ്പം ഉണ്ട് കേട്ടോ നിലവില്. ഇത്ര വലിപ്പമുള്ള സാധനമാണ് ഇത്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇവിടെ വേറെ ഉണ്ടായി കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ. അപ്പം അതിന്റെ മരമാണ് ഇത് അല്ലേ? കൊള്ളാം. അതും ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. കൊള്ളാം. അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങ് വരുന്ന വഴിക്കാണ് വേറൊരു സംഭവം കണ്ടോ. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തുറന്ന ബൈബിൾ. ഈ സംഭവം അതായത് നമ്മുടെ ഈ ബൈബിളിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തുറന്ന ബൈബിൾ എന്നുള്ള സ്ഥാനം കരസ്ഥമാക്കിയ ഒരു ബൈബിളിന്റെ ഒരു സ്റ്റാച്യു ആണ് കേട്ടോ ഇത്. സംഭവം കൊള്ളാം. വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായ രീതിയിൽ തന്നെ വചനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ശക്തിയും ജ്ഞാനവും അവിടുത്തോടു കൂടിയാണ്, വഞ്ചിതനും വഞ്ചകനും അവിടത്തേക്ക് അധീനർ എന്നൊക്കെ പറയുന്ന കുറേ വചനങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബൈബിൾ, ഈ തുറന്ന ബൈബിളിന്റെ ബാക്ക് സൈഡിനോട് ചേർന്ന് തന്നെ അവർ നമ്മുടെ സാധാ ചെറിയ ബൈബിളുകൾ കുറേ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്ക് ബൈബിളൊക്കെ വായിച്ച് അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന രീതിയിലുള്ള സസ്യങ്ങളും അത് ഉൽപ്പത്തി പുസ്തകത്തിലൊക്കെ കാണുന്നുണ്ടല്ലോ ഓരോ സസ്യങ്ങളുടെ പേരൊക്കെ, ഏതെങ്കിലും തോട്ടത്തിലെ സംഭവങ്ങളുടെ കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള സസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ കുറേ ഒക്കെ പുറകിൽ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയും കൂടെ നമുക്ക് മാംഗോ മെഡോസിൽ വന്നതുകൊണ്ട് കാണാൻ പറ്റി. ഈ കാണുന്ന ഒരു ലിഫ്റ്റ് റൈഡ് ആണ് കേട്ടോ. നമ്മുടെ ഏകദേശം ഒരു 10 വയസ്സ് താഴെയുള്ള പിള്ളേർക്കുള്ള ലിഫ്റ്റ് റൈഡ് ആണ് ഈ കാണുന്നത്. ഇപ്പോൾ കുട്ടികളായിട്ട് വന്നാലും അവർക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ ഒരു പാർക്കിന്റെ സമാനമായ രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ മാംഗോ മെഡോസ്. കുട്ടികൾക്ക് അപ്പോൾ റൈഡുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും വലിയവർക്കുള്ള റൈഡൊന്നും ഇല്ലയാണ്. അപ്പം അതിനുള്ള സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വലിയവർക്കുള്ള ഒരു റൈഡാണ്. ഇതിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ചേച്ചി ഒരു സംഭവം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്തായാലും ഇത് ആ സംഭവം ഇവിടെ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് മാറി തന്നെ വേറെ കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ വലിയവർക്കുള്ള സംഭവങ്ങളാണ്. ഇത് ഈ കാണുന്നത് ഒരു പുള്ളി കള്ളൊക്കെ ചെത്തിട്ട് പോണ ഒരു സ്റ്റാച്ചുവിന്റെ വീഡിയോ ആണ് കേട്ടോ. സൈക്കിളിനെ കള്ളൊക്കെ ചെത്തിയിട്ട് പോകുന്ന സ്റ്റാച്ചുവിന്റെ വീഡിയോ ആണ്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഇവിടെ ചെറിയൊരു കൂടാരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നേരത്തെ ഒരു അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്ത കള്ള്, മീൻകറി അങ്ങനെയൊക്കെ ഒരു അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പം നിലവിലത് പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ പറ്റിയത് കേട്ടോ. കള്ള് ഷാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നിലവിൽ അത് ജസ്റ്റ് ഒരു ഈ അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് ഒരു ഭംഗിക്ക് വേണ്ടി അത് ചെയ്തിട്ടുള്ളൂ നിലവിൽ. പക്ഷെ അവിടെ കള്ളം കാര്യങ്ങളൊന്നും കൊടുക്കുന്നൊന്നുമില്ല. ഇപ്പം എന്തായാലും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റാച്യു. ഈ കാണുന്നത് കേവ് കോട്ടേജ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലിക്കൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു 4 പേര് 5 പേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റൂമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ ചെറിയ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അത്യാവശ്യം സ്റ്റേ അടിക്കാനും വർത്താനം പറയാനൊക്കെ ആയിട്ട് സംഭവം കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. സംഭവം കൊള്ളാം, അടിപൊളി. അപ്പോൾ നമ്മളിനി കാണാൻ പോണ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ മെഡോസിലെ വാച്ച് ടവർ ആണ് കേട്ടോ. അപ്പം വാച്ച് ടവർ ഇത് അവിടെയാണ്, സംഭവം മേളിലാണ്. അപ്പം അവിടെ കയറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാംഗോ മെഡോസ് നമ്മുടെ ഈ ഏരിയ ഫുള്ള് കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇനിയിപ്പം മാംഗോ മെഡോസിന്റെ നമ്മുടെ വാച്ച് ടവറിന്റെ മേലിലേക്ക് കയറാനുള്ള കാഴ്ച കാണാൻ പോപ്പാ. ഈ സ്റ്റെയർ കേസ് കയറി ഇതിലെ കയറി ചെല്ലണം എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. അപ്പം നമുക്ക് അതിലേക്ക് കയറി കാഴ്ച കാണാൻ പോകാം. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി വന്നപ്പം ഇത് ഇവിടെ വേറൊരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അപ്പം ഇതിലേയും കൂടെ അങ്ങ് കയറി പോകണം കേട്ടോ. അപ്പോൾ ഇത്ര എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് മടുത്തു. കാരണം നമ്മൾ അത്യാവശ്യം നല്ല 30 ഏക്കർ എന്ന് പറയും, 30 ഏക്കർ മൊത്തം നടന്നില്ലെങ്കിലും കുറേ ഏരിയ നമ്മൾ നടന്ന് കണ്ടു. അപ്പം പിന്നെ അതിനോട് ഈ സ്റ്റെപ്പ് കൂടെ കയറിയപ്പം ചെറുതായിട്ടൊന്ന് മടുത്തു. അപ്പം ഇവിടെ നിന്ന് കുറേ സ്റ്റെപ്പ് കൂടെ ഉണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ മേളിലോട്ട് ഇങ്ങനെ കയറുവാണ് കേട്ടോ. അപ്പം ഇവിടുന്ന് മേലോട്ട് കയറുമ്പം അത്യാവശ്യം നല്ലൊരു കുത്ത് കയറ്റം കേട്ടോ. കുത്ത് കയറ്റം എന്ന് പറഞ്ഞാൽ നല്ല കുത്ത് സ്റ്റെപ്പാണ്. ഓക്കെ, നമ്മളപ്പം ഏകദേശം 5th ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. 5th ഫ്ലോർ വരെ വന്നു. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഉയരത്തിൽ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് 6th കയറുവാണ്.
ഇത് കുറേ ഭാഗം നമുക്ക് ഇപ്പോൾ തന്നെ വിസിബിൾ ആയിട്ടുണ്ട് കേട്ടോ. മാംഗോ മെഡോസിൻ്റെ കുറേ ഭാഗങ്ങൾ തെങ്ങിൻ്റെ മേളൊക്കെ ഇപ്പോഴേ കാണാൻ തുടങ്ങി. കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും മേളിൽ കയറി വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാൻ ഒരു ബെഞ്ച് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഇവിടേക്ക് നല്ലൊരു കാറ്റാണ് കേട്ടോ, നല്ല കാറ്റാണ്. കിതയ്ക്കുന്നുണ്ട്, അദ്ദേഹം പറയാൻ പറ്റുന്നില്ല. പക്ഷെ കൊള്ളാം, നല്ല കാറ്റ്, നല്ല സൂപ്പർ കാഴ്ചകൾ. ഇത് നോക്കി, അവിടെയൊക്കെ നെൽപ്പാടൊക്കെ പച്ച നെൽപ്പാട് നല്ല കണ്ണത്താ ദൂരത്ത് കാണുന്നു എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പ്, ഫുള്ള് പച്ചപ്പ്. നേരത്തെ നമ്മൾ താഴെ കണ്ട നമ്മുടെ മീനൂട്ടൽ കുളം അല്ലേ, മീനൂട്ടൽ കുളം. ഇത് നമ്മുടെ ഏതാ ഓരോ റിസോർട്ട് സംഭവങ്ങൾ, കാര്യങ്ങൾ, തെങ്ങുകൾ, ഇതേ മൊത്തം അങ്ങോട്ടൊക്കെ നോക്കി ഒരുപാട്. നമ്മളിപ്പോൾ കണ്ട അത്രയും ഇതേ ഇങ്ങോട്ട് പോകാൻ ശരിക്കും പറഞ്ഞാൽ പേടിയാകും കേട്ടോ. അവിടെ ഒരു ഇതായതുകൊണ്ട്, ഏതാണ് നമ്മുടെ നിലഭാഗം ഇങ്ങനെ ഈ കമ്പ്യൂട്ടറിൽ സെറ്റപ്പ് ആയതുകൊണ്ട് ഇങ്ങോട്ട് പോകാൻ ചെറുതായിട്ടൊരു പേടി പോലെ. താഴോട്ട് നോക്കുമ്പോൾ ഇത് അവിടെയൊക്കെ നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് അവിടെ നമുക്ക് കുറേ നെൽപ്പാടം, വേറെ നെൽപ്പാടം, അത് ബാക്ക് സൈഡ് കൂട്ടി നമുക്കവിടെ കാണാം. അങ്ങനെ വളരെ മനോഹരമായ നല്ല കുറേ കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ മാംഗോ മെഡോസിലെ വാച്ച് ടവർ. ഇത് മേളിൽ ഒരു ചെറിയ കൂണ്ട ഷേപ്പിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നമുക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം സമ്മാനിക്കുന്ന ഒരു കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്കടുത്തുള്ള ആയാങ്കുടിക്കടുത്തുള്ള നല്ലൊരു സ്ഥലമാണ് നമ്മുടെ മാംഗോ മെഡോസ്. എന്തായാലും നമുക്ക് കുറച്ച് സമയം ഇവിടെ റെസ്റ്റ് എടുക്കാം. അതിനുശേഷം ബാക്കി കാഴ്ചകൾ നമുക്ക് പതുക്കെ താഴോട്ട് പോയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ നിൽക്കുന്നത് നമ്മുടെ വാച്ച് ടവറിൻ്റെ മേളിലാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ താഴേക്ക് കാണുന്ന കാഴ്ചയാണിത്. അപ്പം ഇവിടുന്ന് ഒരു ചെറിയ റോപ്പ് വേ കാണുന്നുണ്ട്. അപ്പോൾ ആ റോപ്പ് വേ നിലവിൽ ഇപ്പം പ്രവർത്തിക്കുന്നില്ല എന്നാണ് ചേച്ചി നമ്മളോട് പറഞ്ഞത്. അപ്പം ആ റോപ്പ് വേ ഏകദേശം ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ വേറെ സംഭവം ഇവിടെ നിലവിൽ നിൽപ്പുണ്ട്. അതായത് ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഇവിടെ തിങ്ങിപ്പാർത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ സഞ്ചരിക്കാനുള്ള സഞ്ചാരയോഗ്യമല്ല സംഭവം. അപ്പോൾ അതൊക്കെ അവർ ഓക്കെ ആക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അതോടെ ഓക്കെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിലെ നല്ലൊരു വ്യൂ ആയിരിക്കും. നമ്മുടെ ഇതിൻ്റെ മേളിൽ കൂടെ ഈ റോപ്പ് വേ കൂടെ പോകുമ്പോൾ സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി. അപ്പം ഞാനും ഇതിനും നമ്മുടെ ഏതാണ് വാച്ച് ടവറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതൊക്കെ താഴോട്ട് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇറങ്ങി പോകുമ്പോൾ ശരിക്കും ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നുണ്ട്. കാരണം പെട്ടെന്ന് നല്ലൊരു കുത്തറി ഇറക്കം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ഇറങ്ങാതിരിക്കാൻ പറ്റുമല്ലോ അല്ലേ ഇതിനെ. സംഭവം ഇഷ്ടപ്പെടോ? കൊള്ളാം, കുഴപ്പമില്ല കേട്ടോ, നിലവിൽ സംഭവം കൊള്ളാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ വേണ്ടി സംഭവമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ താഴോട്ടിറങ്ങുവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇതുണ്ടോ, ഇവിടുന്ന് താഴോട്ട് ഇങ്ങനെ കുത്തനെ കിടന്നൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയായിട്ട് ഒരു പേടിയുണ്ട് ഇറങ്ങാൻ വേണ്ടി. പക്ഷേ നമ്മൾ പതുക്കെ അങ്ങോട്ട് ധൈര്യം സംഭരിച്ച് ഞാനും മിഥുനും അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. മിഥുനെ പേടിയാവുന്നുണ്ടോ? ഒന്നും പേടിക്കണ്ട, കണ്ണും മുട്ടി പതുക്കെ അങ്ങ് ഇറങ്ങിക്കോ. പേടിയാവുന്നുണ്ടേലും. അങ്ങനെ നമ്മൾ 6ാമത്തെ നില ഇറങ്ങി. ഇതേ ഇവിടെ 6th നില, സോറി ഇവിടെ 50 വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചും സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റാണ്. ഇത് നമ്മൾ കണ്ടില്ലായിരുന്നു. ആ മടുത്തും കയറി പോകുന്നത് പെട്ടെന്ന് ഓടിച്ചാടി കയറി മേലോട്ട് പോയതുകൊണ്ട് ഇത് കണ്ടില്ല. അപ്പം ഇവിടെ തന്നെ അവർ 50 തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്, ബെഞ്ചും സംഭവങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 50 പതുക്കെ 4th പതുക്കെ ഇറങ്ങുവാണ്. ഇത് ഈ കാണുന്നത് ഔഷധ സസ്യങ്ങളെല്ലാം ചേർന്ന ഒരു ചെറിയൊരു തോട്ടമാണ് കേട്ടോ. അപ്പം അണലി വേങ്ങ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മാംഗോ മെഡോസിലെ, അതായത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മനുഷ്യനിർമ്മിത കാവുള്ള മാംഗോ മെഡോസിലെ ആ കാവിൻ്റെ അകത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോണ കുറേ ഭാഗങ്ങൾ. അപ്പം എന്തായാലും ഇവിടുത്തെ കുറേ വള്ളികളായിട്ടുള്ള മരങ്ങൾ അതൊരു കാവി ചെല്ലുമ്പം എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ആ സംഭവങ്ങളെല്ലാം അവർ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അവർ തന്നെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സംഭവം. അപ്പം അവിടുത്തെ കുറേ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മുടെ മാംഗോ മെഡോസിലുള്ള ഇത് മനുഷ്യനിർമ്മിതമായ കാവാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു കാവിനുള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവരിവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഇത് ലോകത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത സർപ്പക്കാവ്. കാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏഴിലമ്പാലയുടെ തൈ നട്ടുകൊണ്ട് ശ്രീ NK കുര്യൻ തുടക്കം കുറിച്ചത്. കുര്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതായത് ഈ മാംഗോ മെഡോസിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച് അദ്ദേഹം തന്നെ സ്വപ്നം സഫലമാക്കിയ വ്യക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കുര്യൻ ചേട്ടന്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് നമ്മുടെ ഈ മാംഗോ മെഡോസും ഈ കാണുന്ന കാവും ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഇവിടെ ഉണ്ടായിരിക്കുന്നത് കേട്ടോ.
ഇവിടെ മീനിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് മീനുകൾ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ വരുന്നതാണ്. അവർ ബക്കറ്റിൽ മീനുകൾക്കുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ആവശ്യക്കാർ ഇവിടെ വരുന്നവർക്ക് നമുക്ക് എടുത്തിട്ട് മീനിന് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതും ആ കാവിനോട് ചേർന്നുള്ളൊരു ഭാഗം തന്നെയാണ്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട തുളസിത്തറയാണ്. അപ്പോൾ ഇവിടെ മുതലേ അവർ ഉണ്ടാക്കിയിരിക്കുന്ന ആ കാവ് ഇവിടെ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് കാവിനോട് ചേർന്നുള്ള കുളമാണ് ഈ സംഭവം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരശുരാമൻ മഴു എറിഞ്ഞ് കേരളം ഉണ്ടായി എന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതെന്തായാലും പരശുരാമൻ്റെ ഒരു സ്റ്റാച്ചു ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ പരശുരാമൻ്റെ സ്റ്റാച്ചുവിൽ ഒന്നാണ് ഈ കാണുന്ന ഈ സ്റ്റാച്ചു. നമ്മുടെ മാംഗോ മെഡോസിലുള്ള പരശുരാമൻ്റെ സ്റ്റാച്ചു എന്നാണ് അവരിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പാർക്കൊക്കെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്ഥലം. അവിടെ മാറി കുറേ കളിപ്പാട്ടങ്ങളും കുറേ സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ ഒരു ടീ ഗാർഡൻ ഉണ്ട് കേട്ടോ, നമ്മുടെ മാംഗോ മെഡോസിൽ. അപ്പം ഇനി ടീ ഗാർഡൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് 2 സൈഡുകൾ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വഴി കയറി പോകാം. അപ്പോൾ ഇതിൻ്റെ മേളിലായിട്ട് നമുക്ക് അത് സെൻറ്റർ കൂട്ടി ഒരു ചെറിയൊരു വാച്ച് ടവർ പോലത്തെ സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് മേളിലോട്ടൊന്ന് കയറി നോക്കാം. ഇവിടെ എന്ത് സംഭവം ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പം കുറച്ച് തേയിലയും ഉണ്ട്, പിന്നെ അതിനോട് ചേർന്ന് തന്നെ കുറച്ച് അപ്പുറത്ത് മാറി ഏലവും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഒരു ചെറിയ തേയിലത്തോട്ടത്തിന് നടുക്കാണ് ഈ ഒരു ചെറിയ വാച്ച് ടവർ പോലത്തെ സംഭവം അവരിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ വരെ വന്നു കഴിയുമ്പം സ്റ്റെപ്പാണ്. അപ്പോൾ ഒരു ചെറിയൊരു മൊട്ടക്കുന്നിൻ്റെ മേളിൽ കയറുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് ഇതിൻ്റെ മേളിൽ കയറുമ്പോൾ കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. കൊള്ളാം കേട്ടോ. ഇതിന് മേളിൽ വന്നു കഴിഞ്ഞാലും നല്ലൊരു നമുക്ക് ഫ്രണ്ട്സായിട്ട് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. അപ്പം സംഭവം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കുട്ടികൾക്കായിട്ടുള്ള ഒരു പാർക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. കുറേ സാധനങ്ങൾ, കുറേ കളി സാധനങ്ങൾ, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനോട് ചേർന്ന് തന്നെ ഇത് നമ്മളെ ഡാഗിനി, കുട്ടൂസിന്, ലുട്ടാപ്പി, രാജു, രാധ, മായാവി എല്ലാവരും ഇവിടെ അവരുടെ കുറേ സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്ത് ബാലരമ്പ വായിച്ച ആ ഒരു കാലത്തേക്ക് തിരിച്ചു പോകുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളും കുറേ വണ്ടികളും എല്ലാം അവിടെ കിടപ്പുണ്ട്. ഇത് എൻ്റെ ഈ പുറകെ കാണുന്ന കേട്ടോ മാംഗോ വിലാസം ടീ ഷോപ്പ്. അതായത് നമ്മൾ പണ്ടത്തെ ആ ഒരു നാട്ടുംപുറത്തെ ആ ഒരു ചായക്കട എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആ പഴയ മലയാളം പാട്ടുകളും സംഭവങ്ങളൊക്കെ ഇട്ട് ഇവിടെ ചായ അല്ലെ ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലിംഗ് നമുക്ക് ശരിക്കും കിട്ടുന്ന ഒരു ചെറിയ ചായക്കടയാണ് കേട്ടോ നമ്മുടെ മാംഗോ വിലാസം ടീ ഷോപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ കാർന്നോന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന, കർഷകരായിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ചക്രത്തിന്റെ സംഭവമാണ് ഇവിടെ ഇപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല, കാലിലധികം നീളമില്ല. കാലിന് നീളമില്ലെന്നുള്ളതല്ല, കാലിന് നീളമുള്ള ഒരു സംഭവം ചവിട്ടുക ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കട്ടിയുണ്ട്. അപ്പോൾ വലിച്ച് ചവിട്ടി താഴെ വരെ കൊണ്ടായാൽ മാത്രമേ നമുക്ക് ഇത് ചവിട്ടാനുള്ള സംഭവം കിട്ടുള്ളൂ. പക്ഷെ എന്നാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സംഭവം കൊള്ളാം. ഇങ്ങനെ ചവിട്ടി നമ്മുടെ കണ്ടത്തിലേക്ക് വെള്ളം കയറ്റുന്ന ഒരു സിസ്റ്റമാണ്. അപ്പം അതാണ് ഈ ചക്രം. അപ്പോൾ എന്തായാലും കുറച്ച് ചവിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു പ്രാക്ടീസ് ആയി കേട്ടോ. കാര്യങ്ങൾ മനസ്സിലായി, ഇപ്പം എങ്ങനെ ചവിട്ടുന്നത് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം അപ്പുറത്തേക്ക് തേകി ഇറക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇതും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആണല്ലേ, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നു. നിങ്ങളുടെ സ്ഥലം എവിടുന്നാ? പത്തനംതിട്ട അല്ലേ? പത്തനംതിട്ട എവിടെയാണ് സ്ഥലം? എവിടെയാണ്? തടിയൂര്. ഓക്കെ. സംഭവം കൊള്ളായിരുന്നു അല്ലേ? ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണോ? ഞങ്ങളും ആദ്യമായിട്ട് തന്നെ കേട്ടോ. ഓക്കെ, അപ്പം കാണാം, ബൈ. നമ്മളിപ്പോൾ മാംഗോ മെഡോസിലെ സൈക്കിൾ ആക്ടിവിറ്റിയിലാണ് കേട്ടോ. അതായത് ചെറുതായിട്ട് സൈക്കിളൊക്കെ ചവിട്ടി ഇതിൽ നടക്കുവാണ്. അപ്പോൾ ഇത് കൂട്ട് കുറേ സാധനങ്ങളൊക്കെ ഇവിടെ ചവിട്ടാൻ കിട്ടും. നിങ്ങൾ ഒരു 100 രൂപ, അതായത് 350 രൂപ നമ്മൾ പേ ചെയ്യുമ്പം അതിൻ്റെ അകത്തുള്ളതാണ് ഈ ഫ്രീ സൈക്ലിങ്ങും. അപ്പം ഫ്രീ സൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിൾ എടുക്കാൻ ചെല്ലുമ്പം അവിടെ ഒരു 100 രൂപ നമ്മൾ ക്യാഷ് അവരെ ഏൽപ്പിക്കണം.
നമ്മൾ തിരിച്ച് അരമണിക്കൂർ നമുക്ക് സൈക്കിൾ ചവിട്ടാം. അതിന് സൈക്കിൾ തിരിച്ച് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് ആ 100 രൂപ റീഫണ്ട് ചെയ്ത് കേട്ടോ. ഇതിലൊരു ട്രെയിൻ പോകുന്നുണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ ട്രെയിനിലൂടെ ഒന്ന് കയറുന്നുണ്ട് നിലവിൽ. അപ്പോൾ നിലവിൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ സൈക്കിളൊക്കെ ഒന്ന് മൊത്തം ഞാനും ഇതിനും ഒന്ന് ചവിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടി ഇതിനെ ഇങ്ങനെ അങ്ങ് പോവാണ്. വണ്ടി എന്തിലോ പോയി ഇടിച്ചു. അയ്യോ, കുഴപ്പമില്ല കേട്ടോ, സംഭവം കുഴപ്പമില്ല. ഇതിന്റെ ബ്രേക്കൊക്കെ ഇത് ബാക്ക് സൈഡിലൂടെ ബ്രേക്കൊക്കെ ഉണ്ട്. സംഭവം കുഴപ്പമില്ല. ഇതും പേടിച്ച് പുറകോട്ട് പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമുക്ക് ഇങ്ങനെ അത്യാവശ്യം ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇതിലെ സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാം കേട്ടോ. അപ്പം ഇത് ഇവിടെ കിട്ടുന്ന സൈക്കിളിന്റെ ഒരൈറ്റമാണ്. ഇവിടെ നമ്മുടെ സാധാ സൈക്കിളും ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് വേറെ 2 പേർക്ക് കയറുന്ന സൈക്കിളുണ്ട്, 4 പേർക്ക് കയറുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഇവനെ ഒന്ന് ജസ്റ്റ് കൊണ്ടുപോയിടുവാണ് കേട്ടോ. ഇവനെ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ അടുത്ത സൈക്കിള് എടുക്കാൻ പോവാ. ഇത് സൈക്കിൾ കൊണ്ട് വരുന്ന കാണുമ്പോഴേ നാട്ടുകാരെല്ലാം മാട്ട കയറുവാണ് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ അടുത്തടുത്ത് ഇത് ഈ സൈക്കിളാണ് കേട്ടോ. സംഭവം കൊള്ളാം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാണല്ലോ സംഭവം അടിപൊളി വൈബാണ്. ഇതിലേക്ക് ഇറങ്ങി നടക്കാൻ എല്ലാവരും കൂട്ടം കൂടി അടിച്ചു പൊളിച്ചിറങ്ങാൻ പറ്റിയ സെറ്റപ്പാണ് കേട്ടോ. ബെല്ലൊക്കെ ഉണ്ട്, അടിപൊളി ബെല്ലൊക്കെയാണ് കേട്ടോ. ഇത് അടുത്തത് അഭ്യാസ പ്രകടനങ്ങളുമായി നമ്മുടെ മിഥുൻ ഇതിലെ പറന്നിറങ്ങുന്ന കാഴ്ചയാണ്. ആളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഞങ്ങളധികം ആൾക്കാരില്ലാത്ത വഴി കൂടെയാണ് സഞ്ചരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നമ്മുടെ ഇതുകൊണ്ട് ഈ സൈക്കിൾ ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, എല്ലാ വണ്ടികളും മാറി മാറി എടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇതിനടുത്തൂടെ തന്നെ മാത്രം വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ടാണ് മിഥുന് നല്ല പറപ്പിച്ച് മിന്നിച്ചിടക്കുന്നത്. ഇതിലേ പോയി കണ്ടില്ല, ഇതിലേ വരുന്നു. നീനാടാ കുമ്പിടിയോ എന്ന് ഇപ്പം കാണാതാകുന്നു. എങ്ങനെയുണ്ട് സംഭവം? ഒരു റൗണ്ടർ പോയിച്ചോ? പോന്നോ? പോയിച്ചോ? ഇത് ഞങ്ങൾ രണ്ടുകൂടെ അങ്ങനെ സൈക്കിളെടുത്ത് ഇങ്ങനെ പോവാണ് കേട്ടോ. മിഥുനാണ് സാരഥി. ഇതിലൊരു ചേട്ടൻ പോണെന്ന് കണ്ടായിരുന്നോ? നീ ഞാൻ പറഞ്ഞ നോക്കി വണ്ടി പിടിച്ചോണ്ടല്ലോ സീനാവും. ആ മരത്തിന്റെ അടുത്തോടൊക്കെ പോകണം. മരത്തിലിരിക്കും സംഭവം. അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം. ഞങ്ങൾ അടുത്ത റൗണ്ടിൽ പോവാണ് കേട്ടോ. എടാ വെട്ടിക്കാതെ വണ്ടി ഇട്ടുണ്ട്. നീ മരത്തിന്റെ അടുത്തോടെ പോകല്ലേ. ചവിട്ടിക്ക് മതി. ബ്രേക്ക്. ഓക്കെ, ഞങ്ങളൊരു 1 റൈഡിന് പോവാണ് കേട്ടോ. അപ്പം ഞാനും മിഥുനും കൂടെ. മിഥുന എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം. മാതിരേ മാറ് പോസ്റ്റേ മാറ്. ചെവി കേട്ടൂടാ പോസ്റ്റേ. ഇല്ല, ഇവിടെ മണ്ണ് വരുന്നൊരു സാധനം കൊണ്ടുണ്ട്. നമുക്ക് എന്നാലും അത് മാറ്റി വെച്ചേക്കാൻ പറയാം, ചിലപ്പോൾ ആവശ്യം വരും. ഇതിനെങ്ങനെണ്ടാ? ഞാൻ സൈക്കിൾ ഓടിക്കുമെന്നും പറഞ്ഞ് ഇതിന് ഭയങ്കര പരാതിയായിരുന്നു കേട്ടോ. ഇല്ല. ഇതിനെങ്ങനെയുണ്ട്? അതല്ലേ, എനിക്കത്ര രസം തോന്നുന്നില്ല, കാരണം ചവിട്ടുന്ന ഞാനാണല്ലോ. സംഭവം കൊള്ളാം കേട്ടോ. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഒക്കെയാണ്. നിങ്ങൾ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാണല്ലോ അത്യാവശ്യം സൈക്കിളും വണ്ടിയൊക്കെ എടുത്തില്ല നടക്കണം കേട്ടോ. ഇത് ഫ്രീ ആണ് കേട്ടോ, ശരിക്കും ഫ്രീ ആണ്. നമ്മൾ 350 രൂപ കൊടുത്തു കഴിഞ്ഞ് കയറി കഴിയുമ്പം അതിൻ്റെ അകത്തുള്ള സംഭവമാണ് ഇതും. ഒരു 100 രൂപ പേയ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അഡ്വാൻസ് അടച്ചാൽ മതി, അത് തിരിച്ച് കിട്ടും. നമ്മൾ നേരത്തെ കണ്ട ആ കന്നുകാലിക്കൂടിൻ്റെ ഒക്കെ അടുത്തുകൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം കൊള്ളാം, അടിപൊളി. അപ്പോൾ നമ്മൾ അടുത്ത് എടുത്തേക്കുന്ന ഇത് ഈ ടൈപ്പ് സൈക്കിളാണ് കേട്ടോ. 2 പേർക്ക് ഒരു സമയത്ത് ഒന്നിച്ച് ചവിട്ടാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മൾ അടുത്ത് എടുത്തേക്കുന്നത്. സംഭവം കൊള്ളാം. എന്നാലും അടുത്ത് ഞാനും മിഥുനും കൂടെ ഒന്നിച്ച് ഒറ്റ പോക്ക് പോകുന്നതായിരിക്കും. സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളി. രണ്ട് പേർക്ക് ചവിട്ടുന്ന സൈക്കിളാണ് കേട്ടോ ഇത്തവണ നമ്മൾ എടുത്തേക്കുന്നത്. 2 നൈറ്റുണ്ട്. നമ്മൾ മാറി എല്ലാം ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ മാംഗോ മെഡോസിലെ ട്രെയിനിൽ ഇങ്ങനെ നമ്മുടെ ആ വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് കുറേ ആൾക്കാരൊക്കെ ഇവിടെ ട്രെയിൻ ബാക്കിലൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഫുൾ ആൾക്കാരൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ അനന്ത് ചേട്ടനാണ് കേട്ടോ. അനന്ത് ചേട്ടനാണ് ഇവിടെ ഇങ്ങനെ ക്യാമറ പിടിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും കുറേ മരത്തിലൊക്കെ ഇടിക്കാൻ തുടങ്ങുന്നുണ്ട്. അത് നമ്മൾ ക്യാമറ പെട്ടെന്ന് മാറ്റുന്നത് കേട്ടോ. അനന്ത് ചേട്ടാ ഒരു ഹായ് പറയാമോ പെട്ടെന്ന്? ഓക്കെ, വിട്ടോട്ടോ. അപ്പം അനന്ത് ചേട്ടനാണ് നമ്മുടെ ട്രെയിൻ ഓടിച്ചോണ്ട് പോകുന്നത്. നമുക്ക് വേണ്ടി പുള്ളിയൊക്കെ വഴിയെ പരിചയപ്പെടാം.
കൊള്ളാം കേട്ടോ, സംഭവം അടിപൊളി. ഇതിനെങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടാം? ഓക്കെ, നമ്മുടെ വണ്ടി കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ബൈക്കില്. അപ്പം സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നേരത്തെ വരിക. കാരണം ഞങ്ങൾ വന്നപ്പോൾ സമയം ഏകദേശം ഒരു നമ്മൾ വന്നപ്പോൾ 12:30 ആയിരുന്നു അല്ലേ? 12:30 ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 12:30 ആയിട്ട് ഇപ്പോൾ സമയം ഇപ്പോൾ 4:30 ആയി. എന്നിട്ട് നമ്മുടെ കാഴ്ചകളൊന്നും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏകദേശം വരുവാണെങ്കിൽ 9 മണി 10 മണി 9 മണി കഴിയുമ്പോഴത്തേക്കും ഇവിടെ എത്തുക കേട്ടോ. അതായത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇവിടെ എത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ സംഭവങ്ങളും അത് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മടുത്ത് വേർത്ത് മുഖമല്ല വേർത്തായിരിക്കുന്നത്. അപ്പം കുഴപ്പമില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എത്ര മണിയാ 9 മണി കുട്ടിയെങ്കിലും ഇവിടെ എത്താം. എങ്കിൽ മാത്രം നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണാനും ഈ സാധനത്തിലൊക്കെ കയറാനും അടിച്ചു പൊളിക്കാനും പറ്റത്തുള്ളൂ. ഇതിന് ഒത്തിരി ഇഷ്ടപ്പെടണം. പിള്ളേരെ മനസ്സിലായതുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു അല്ലേ? ഇതിനെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പുറകെ കാണുന്നത് ഇവിടുത്തെ കോമൺ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. അതായത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞ 350 പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഉള്ള പാക്കേജാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാലും നമ്മുടെ ഏറ്റവും എല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ലാസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി ഇരുന്നതാണ്. ഇവിടെ അത്യാവശ്യം ഡ്രസ്സ് ഇല്ലാതെ വന്നാൽ ഇവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തരും. നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ ഇവിടെ ചാടാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ നമ്മൾ സമയം പോയി, ഒരുപാട് ലേറ്റ് ആയി. ഇപ്പോൾ സമയം ഏകദേശം 4:45 ഇവിടെ 5 മണി വരെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നീട് ഒരു ദിവസം സാധിക്കുകയാണെങ്കിൽ വരുന്നതായിരിക്കും. ഇതുപോലെ കാഴ്ചകൾ കാണാൻ. ഇവിടെ എത്ര കാഴ്ച ഉണ്ടായാലും മതിയാകത്തില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പം ഇന്ന് ഇവിടെ എന്തായാലും നമ്മൾ സിമ്പിളി ചാടുന്നില്ല. അപ്പോൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. കുറേ ആൾക്കാർക്ക് ഇവിടെ സിമ്പിളി ചാടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചാടാൻ പറ്റിയില്ല, അതിന് ചെറിയ വിഷമമുണ്ട്. അപ്പം അടുത്ത ദിവസം നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ മാംഗോ മെഡോസിലെ കാഴ്ചകളും വിശേഷങ്ങളും അടങ്ങിയ നമ്മുടെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. അതുപോലെ വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ്, നിങ്ങൾക്കറിയില്ല, ഓരോ വീഡിയോ എടുക്കുന്നതിന് മുന്നിലും ഓരോ കഷ്ടപ്പാടും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.